സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എന്നെ കുറേ ആൾക്കാർ കോപ്പി അടിക്കുന്ന അറിഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിലൊക്കെ വെച്ച് അതൊക്കെ ഞാൻ മൈൻഡ് ആക്കുന്നില്ല. സോ നമ്മൾ പിന്നെ ഒരു ഫുഡ് ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. കണ്ടല്ലോ, ദോശ. അപ്പം പേര് തന്നെ ദോശ ഉള്ളത് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കണ്ടസ്റ്റന്റ് ആദ്യം വിളിക്കുവാണ്. കമോൺ. കഴിഞ്ഞ വട്ടം കുറേ കംപ്ലൈൻറ്റ് കിട്ടിയായിരുന്നു, ഫുഡ് കഴിക്കുന്നില്ല അങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന ഒരാളെ തന്നെ വിളിച്ചിരിക്കുന്നത്. ഫുൾ ഗ്യാരണ്ടി വന്നിരിക്കുക. ഹാഫ് മിനിറ്റ് തീർത്തിരിക്കും. ഹാഫ് മെനു പക്ക. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ബ്രോയിന്റെ പേര് ബാജിയോ. ബ്രോയിന്റെ പേര് ബാജിയോ എന്നാണ്. ഫ്രം കൊച്ചി. കൊച്ചിക്കാരനെ ഒരു ഫുഡ് ബ്ലോഗർ, ഒരു ഫുഡ് ഇൻഫ്ലുവൻസറിന്റെ ഹസ്ബൻഡ് കൂടിയാണ്. അപ്പൊ ഫുഡിനെ കുറിച്ച് ഫുൾ ഒരു ഇൻഫർമേഷൻ അറിയാനായിരിക്കും. ദോശ കഴിക്കുന്നത് എങ്ങനെയാ? സോ ലെറ്റ്സ് ഗോ ഇൻ. നമുക്ക് അകത്ത് പോയി വിഷയം ചെയ്യാം. യൂഷ്വലി ഞാൻ 20 ഐറ്റമാണ് ക്യാപ്പ് വെക്കാറുള്ളത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഫുൾ മെനു കണ്ടല്ലോ, ഒരു ബൈബിൾ ബുക്കിൻ്റെ അത്രയുണ്ട്. വെറൈറ്റി ഓഫ് ദോശാസ്, വെറൈറ്റി ഓഫ് ഇഡ്ലീസ്, അങ്ങനെ കുറേ ഉപ്മാവ്, ഇഡ്ലി, ദോശ, ഇഡ്ലി വട, സാമ്പാർ വട, അങ്ങനെ. സോ അത് ഫുള്ളും തീർത്താൽ അതിനൊരു പ്രൈസ് മണി കൂടെ ഉണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് ഫുള്ളും അല്ല, 20 ഐറ്റം ഫുള്ളും തീർത്താൽ $100. അതിൻ്റെ പകുതി 10 ഐറ്റം തീർത്താൽ $50. സോ ഞാൻ ഫ്രീ ന്യൂ ഇയർ ആയിട്ട് കാശ് വെറുതെ കൊടുക്കുവാണ് ആൾക്കാർക്ക്. ഞാൻ റിച്ച് ആണ്. എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇല്ല വോയിസ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫുള്ളോട്ട് പോവാം. സപ്പോസ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോവാണ്. മെനു ഇത്ര വലുതായതുകൊണ്ട് ബ്രോയ്ക്ക് കുറേ സമയം എടുത്തു ഇതിനകത്ത് ഏതൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഫൈനലി ബ്രോ ചൂസ് ചെയ്തു. ഇതിൽ നിന്നൊരു 10 ഐറ്റം ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് ബാക്കി നമുക്ക് പിന്നെ ഓർഡർ ചെയ്യാം, ബ്രോ തീർക്കുന്ന പോലെ. ഓക്കെ. ചായ ഒരു മെനു ആണോ? അത് ഓക്കെ. ഒരു ഫിൽറ്റർ കോഫി, ഒരു മസാല ദോശ. ഓക്കെ. മൈസൂർ ഒനിയൻ മസാല. So it will be spicy dosa with top salad. അതൊന്നുമില്ല, മേക്ക് ഇറ്റ് എക്സ്ട്രാ സ്പൈസി. ഡസന്റ് കെയർ. യാ ചില്ലി ഗാർലിക് ഇഡ്ലി. ഇസ് ഇറ്റ് സ്പൈസി? പേര് തന്നെ ഉണ്ടല്ലോ, ചില്ലി ഗാർലിക് ദോശ. ഓക്കെ, അടുത്ത പറഞ്ഞു. സോ ഗീവ് ദ ലാസ്റ്റ് ടു, ലൈക്ക് ഗിവ് യുവർ സ്പെഷ്യൽ ഐറ്റംസ്. ഓക്കെ ഫൈൻ. ലാസ്റ്റ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ, അല്ലെങ്കിൽ ബ്രോ കുറേ സമയം എടുക്കും ഇവിടെ തന്നെ. സോ താങ്ക് യു, വിൽ ബി ഇൻ ദ. സോ ബോയ്സ്, അങ്ങനെ ഫൈനലി ഫുഡെല്ലാം എത്തി. 3 ഐറ്റം വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം ചാലഞ്ച്. സോറി, മാറിപ്പോയി. 4 ഐറ്റം ചായ. ഓക്കെ, 4 ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൂട്ടത് ഇതിൻ്റെ വോയിസ്. അപ്പം 4 ഐറ്റം വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തോ? ചായ ആദ്യം കുടിച്ചു നോക്കാം. കുടിച്ചു. വെള്ളം കുടിച്ചിട്ട് വയറ് നിറയ്ക്കണോ ആദ്യം തന്നെ? ഇല്ല, ചായയുടെ ഒരു രുചി. സോ ബോയ്സ്, ഇവിടെ വന്നിരിക്കുന്ന ഐറ്റംസ് ആദ്യം ദൈവട, ചില്ലി ഗാർലിക് ഇഡ്ലി ആൻഡ് ഒരു വടയും ഇഡ്ലിയും. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, ഇത് 1 മണിക്കൂറിൻ്റെ ചാലഞ്ചാണ്. 1 മണിക്കൂറിൽ 20 ഐറ്റം കംപ്ലീറ്റ് ചെയ്യണം, എന്നാലും $100 കിട്ടും. ഓക്കെ, ഒരു പിടിയെടുത്ത് ഒരുമിച്ച് കഴിക്കേണ്ടി വരും. സോ നമ്മൾ ടൈം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് വാച്ചിൽ കണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു പിടിയെടുത്തിട്ട് ഇതിൽ മുക്കി. ഇപ്പോൾ കഴിക്കുന്നത് ചില്ലി ഗാർലിക് ഇഡ്ലിയാണ്. ചില്ലി ഗാർലിക് ഇഡ്ലി കേൾക്കാൻ എന്ത് രസമുണ്ട്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? കൊള്ളാം, സൂപ്പർ അല്ലേ? ആദ്യത്തെ വിശന്നിരിക്കണോണ്ടേ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. ഇല്ല. ബ്രോ ഫുള്ളും പ്രിപ്പയർഡ് ആയിരുന്നു. ന്യൂ ഇയറിന് ഒന്നും കഴിക്കാതെ ഇന്ന് എത്ര നേരം വെയിറ്റ് ചെയ്തു. ആദ്യത്തെ ഫുഡാണോ 2026? ആദ്യത്തെ ഫുഡ്. നിങ്ങൾ കഴിക്കണ്ടത്? വേണ്ട, ടേസ്റ്റ് ചെയ്യണതുണ്ട്, പക്ഷെ എന്തായാലും വേണ്ട. ഓക്കെ, ഞാനിപ്പോൾ പഠിച്ചു ഫുഡിൻ്റെ സൈഡിൽ ഇരുന്ന് ഫുഡ് കഴിക്കാതിരുന്നു. നിങ്ങൾ റിച്ചല്ലേ, ഇനി മേടിക്കാല്ലേ ഇനി. അടുത്തായിട്ട് ഓൾറെഡി വന്നു. താങ്ക് യു. ഓക്കെ, അടുത്ത മസാല ദോശ. എൻ്റെ പൊന്നു, എന്ത് വലിയ മസാല ദോശ. ഞാൻ മിക്സ് ചെയ്ത് കഴിക്കാം. മിക്സ്ഡ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഇതാണ് കഴിച്ചോ. ഇതുമായിട്ട് ഫസ്റ്റ് ഐറ്റം പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. 1 മിനിറ്റിൽ ക്വാർട്ടർ കഴിച്ചു. സ്പീഡിൽ കുറച്ച് കുറവാണെങ്കിലും ബ്രോ ചിലപ്പം കപ്പാസിറ്റി കൂടുതലാണ്. ആമയുടെ എന്തോ അളിയൻ്റെ മോൻ്റെ അടുത്ത വടയാണ്. ക്രിസ്പി വട. ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടോ വെച്ചാൽ? എനിക്ക് കേൾക്കാൻ പറ്റിയ വെച്ചാ ടേസ്റ്റ് ഉണ്ട്, സോഫ്റ്റ്. അയ്യോ, ഇതിന്റെ സാമ്പാർ എടുക്കാൻ പറഞ്ഞു, ഇപ്പോഴാണ് പുറത്തത്. ഓക്കെ, അത് കഴിച്ചോ. സപ്പോസ് ആളുടെ സ്പീഡ് നല്ലതായിട്ട് പോയിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ ഐറ്റം ഏകദേശം എനിക്ക് ടേസ്റ്റ് കൊള്ളാന്ന് തോന്നുന്നു. 1 മിനിറ്റിൽ അത് ഫുള്ളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സ്ലോ ആൻഡ് വിൻ ദ റേസ്. എന്തിനാണ് ഓടിയിട്ട്? സ്ലോ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് അല്ല കഴിക്കുന്നത്. എന്താ സ്ലോ ആണ്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഒഫീഷ്യലി തീർന്നിട്ടുണ്ട്. നമ്മുടെ ഈ കട ദൈവമേ, 1 ഐറ്റം തീർന്നേ ഉള്ളൂ ബ്രോ. 2 മിനിറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു. എനിവേ, അടുത്ത ഐറ്റം ഓൾറെഡി ടേബിളിൽ വന്നു. ഇത് 30 എണ്ണം കഴിച്ച പൈസ എക്സ്ട്രാ കിട്ടും. 30 മെനു കഴിച്ച പൈസ എക്സ്ട്രാ കിട്ടും. നോക്കാം. 30 അതായിട്ട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ടൈം അന്നേരം കഴിച്ചോ. സോ ഫസ്റ്റ് ആയിട്ട് ഏകദേശം 3 മിനിറ്റിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ദൈവടയാണ്. ദൈവട. ദൈവടയോട് വല്ല ദേഷ്യം ഉണ്ടായിരുന്നോ? കൊള്ളാവോ? കൊള്ളാം. ഞാനൊന്ന് കയറ്റി വെക്കട്ടെ. ഓക്കെ, മിക്സ്ഡ് ആയിട്ട് ട്രൈ ചെയ്യുന്നില്ല, തിരിച്ചു പോകുന്നില്ല അങ്ങോട്ട്. അത് പകുതി കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, അത് ഫുൾ ആയിട്ടില്ല.
സോ ബോയ്സ് ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ചായ കുടിക്കാൻ അല്ലെങ്കിൽ എനിക്ക് വിശന്ന് ഞാൻ ഇതായി ഇപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നു. കഴിക്കുന്നത് തന്നെ എന്തോ പ്രത്യേക രീതിയിലാണ് കഴിക്കുന്നത്. തീർത്താ ഇതൊക്കെ സിമ്പിൾ അല്ലേ? നിങ്ങളെല്ലാം സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് ഒന്ന്. ടേസ്റ്റ് കൂടുമ്പോൾ സ്പീഡ് കൂടും. പിന്നെ ഈ സൈഡിലുള്ള ചട്നി ഒന്നും ഞാൻ കൂട്ടുന്നില്ല, സാധാരണ കൂട്ടേണ്ടതാണ് ഈ ചായ മേടിച്ചുകൊണ്ട്. പക്ഷെ പോട്ടെ ബോയ്സ്, ഞാൻ പൈസ എടുത്തിട്ടുണ്ടല്ലേ, ഞാൻ ഹാഫ് മെനു പ്രതീക്ഷിച്ചാണ് വന്നത്. ആൾക്കാർ സത്യം പറഞ്ഞാൽ ഹാഫ് മെനു പറഞ്ഞ് പോകാറില്ല. ഇത് ആരെയാണ് ഞാൻ വിളിച്ചോണ്ട് വന്നത്? ഇത് കുറച്ചുകൂടെ അല്ലേ, കുറച്ചുകൂടെ ആ ഒരു സ്പൂണും കൂടെ ഉണ്ട്. ഓക്കെ, ചട്നി കൂടെ കൂട്ടിയാലോ? ചട്നി സെയിം ചട്നി തന്നെ എല്ലാത്തിലും. ബോറടിക്കും, വേണമെങ്കിൽ ഒരു ചട്നി എല്ലാത്തിനും. 2 ഐറ്റം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 6 മിനിറ്റ് ഉണ്ട്, ഇനിയും 54 മിനിറ്റ് ഉണ്ട്. ഇത് നാട്ടിൽ ചെയ്യേണ്ട ചാനൽ. ഞാൻ കാനഡയിൽ വന്ന് പൈസ അതും ഡബിൾ ഇരട്ടിയാണ്. 60% കൂടുതൽ പൈസയാണ്, അത് മനസ്സിലാക്കണം നിങ്ങൾ. ആദ്യമായിട്ട് ഫുൾ മെനു തീർക്കുന്നതായിരിക്കും ഒരാൾ. എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ പാപ്പറായിട്ട് തെണ്ടി നടന്നാലും ഫുൾ മെനു ഞാൻ തീർത്തിരിക്കും. സ്വന്തമായിട്ടാണോ ഫുഡ് ഉണ്ടാക്കുന്നത്? സ്വന്തമായിട്ടാണ് ഫുഡ് ഉണ്ടാക്കണം. സ്വന്തമായിട്ട് തന്നെ തിന്ന് തീർക്കും. ആർക്കെങ്കിലും കിട്ടാറുണ്ടോ അത്? ബാക്കി ഇല്ല, ഇപ്പം സിംഗിളാണ്, അപ്പോൾ കുഴപ്പമില്ല. ഓ, എന്ത് പറ്റിയോ? ഭാര്യ നാട്ടിൽ പോയല്ലേ? ഓക്കെ. ആൾക്കാർ നോക്കുന്നുണ്ടോ എന്നൊരു സംശയം എൻ്റെ തീറ്റുണ്ട്. അതിവിടെ ടേബിൾ നിറയുമ്പോൾ നോക്കി തുടങ്ങും. ഇപ്പം ടേബിൾ പകുതിയായിട്ടുള്ളൂ, ഇനിയും ഫുഡ് ഐറ്റംസ് വരാറുണ്ട്. വരുമ്പോൾ ഒരു സമയം പോകുമല്ലോ. സോ നിങ്ങൾ അടുത്ത ചാലഞ്ച് എന്തുവാ ചെയ്യേണ്ടത് നിങ്ങൾ എനിക്ക് കമൻറ്റിൽ പറയുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ DM അല്ലെങ്കിൽ ഇൻസ്റ്റ ഫോളോ ചെയ്യൂ. ടാഗ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഫസ്റ്റ് വീഡിയോക്ക് നല്ല ഇത് കിട്ടിയായിരുന്നു. ഞാൻ നിങ്ങൾ ഭയങ്കര താങ്ക്ഫുൾ ആണ്. കാരണം ഫസ്റ്റ് വീഡിയോ തന്നെ എൻ്റെ ഏകദേശം നല്ല ഒരു റീച്ച് കിട്ടി. സോ ഞാൻ ഇനിയും ഫുഡ് ചാലഞ്ച് ചെയ്യുന്നതായിരിക്കും. ഫുഡ് ചാലഞ്ച് മാത്രമല്ല, ഈ ചാനലിൻ്റെ അകത്ത് ഞാൻ വെറൈറ്റി കണ്ടൻറ്റ്സ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മുടെ സെയിം സംഭവം കുറേ നാട്ടിൽ കുറേ ആൾക്കാർ കോപ്പി അടിക്കുന്നുണ്ട്. അറിയാമോ? എനിക്കറിയത്തില്ല. ഇവരൊക്കെ സ്വന്തം ഐഡിയാസ് ജീവിക്കണം. എൻ്റെ കോപ്പി അടിച്ച് എന്ത് ചെയ്യാൻ പറ്റും ബോയ്സ്? ജീവിച്ച് പോട്ടെ. സോ ബോയ്സ്, 3ാമത്തെ ഐറ്റവും തീർന്നിട്ടുണ്ട്. അങ്ങനെ 3 ഐറ്റം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഏതാ പോകേണ്ടത്? ഏത് ദോശ വേണ്ടത്? അതിൻ്റെ അത് മസാല ഉണ്ടോ? ആ, അപ്പോൾ മസാല ദോശ ട്രൈ ചെയ്യാം. ഇങ്ങനെ മസാല ഉണ്ട് എൻ്റെ അത്? ഇത് മസാല ദോശ. ഇത് വെറും മസാല ദോശ. ആ, വെറും മതി. നാച്ചുറൽ മസാല ദോശ. ഇതിന് തന്നെ നല്ല നീളമുണ്ട്. ക്രിസ്പിയാണ് വെറുതെ. സാമ്പാർ എവിടെ? മസാല എവിടെ? ഓ, മസാല ഉള്ളിലുണ്ട് കേട്ടോ, അകത്ത് എവിടെയൊക്കെ ഉണ്ട്. വയറുള്ളതായിരിക്കും. ഇല്ല ഇല്ല, കഴിച്ചോളൂ, ഞാൻ നോക്കുന്നില്ല. ടേസ്റ്റ് കാണുമായിരിക്കുമല്ലേ? നല്ല സൗദിയൊക്കെ. ആ, ലാസ്റ്റ് ടൈം എപ്പോഴായിരുന്നു ദോശ കഴിച്ചത്? ദോശയൊന്നും ഞാൻ കഴിക്കാറില്ല. പക്ഷെ കണ്ടാൽ പറയത്തില്ല കേട്ടോ കഴിക്കാത്തതാണെന്ന്. പൈസ കൊടുത്ത് ദോശ മേടിച്ചൊന്നും കഴിക്കാറില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ ചെയ്ത 2 വീഡിയോയും വെജിറ്റേറിയൻ ആയിരുന്നു. നോൺ വെജിറ്റേറിയൻ ഞാൻ ചിലപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നതായിരിക്കും. നോൺ വെജിറ്റേറിയൻ ഞാൻ പൊളിച്ചാനേ. ആൾക്കാർ പറയുന്നത് നോൺ വെജ് പൊളിക്കുമെന്നാണ്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രോട്ടീൻ തിന്നാൻ ഭയങ്കര പാടാണ്. ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും വെജിറ്റേറിയൻ ഫുഡ് ആയതുകൊണ്ട്. കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കളയുവാണ് ബ്രോ. ഡ്രസ് കുട്ടി വരെ സൈപ്പിളും കഴിക്കാൻ അറിയത്തില്ല, പക്ഷേ കഴിക്കുന്നുണ്ട്. ഇത്ര തീറ്റി കണ്ടുകൊണ്ടാണോ ഭാര്യ നാട്ടിൽ പോയത്? കുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഭാര്യയൊക്കെ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി നാട്ടിൽ പോയത്. എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരെ കഴിക്കുന്നത് കണ്ടിട്ടായിരിക്കും ജസ്റ്റ് ലീവ് എടുത്ത് നാട്ടിൽ പോയത്. 6 മാസം സ്വന്തമായിട്ടിരിക്കട്ടെ. സോ ബോയ്സ്, ഇതിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഒരു 3 മിനിറ്റിലൊക്കെ 3 ഐറ്റം തീർത്ത ആളായി. ഇപ്പോൾ ഏകദേശം 6 മിനിറ്റ് കൂടുതലായി. 6-8 മിനിറ്റ് ആയി. ഇത് നമ്മുടെ കേരളത്തിലെ മസാല ദോശ. അത് കഴിക്കുമ്പോൾ നമ്മൾ ആസ്വദിച്ച് കഴിക്കണം. ലാസ്റ്റ് കണ്ടസ്റ്റന്റ് മസാല മാറ്റി വെച്ചിട്ടാണ് കഴിച്ചത്, ദോശ മാത്രം. പക്ഷെ ബ്രോ എനിക്ക് വിശ്വാസമുണ്ട്. ഗുലാബ് ജാമുൻ പൊളിക്കും. ഗുലാബ് ജാമുൻ പറഞ്ഞായിരുന്നോ? എനിക്കറിയാൻ പാടില്ല. ഇത് കുറച്ച് ഉടായ്പുണ്ട് കേട്ടോ. ചെറിയ ഐറ്റംസ് ആണ് മിക്കതും പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞില്ല ഇവിടുത്തെ. ആ, ഓക്കെ. സ്പെഷ്യലാണോ ഗുലാബ് ജാമുൻ? സൗത്ത് ഇന്ത്യൻ. ഓക്കെ, ആയിക്കോട്ടെ. ആ, ഓരോ എക്സ്പ്രഷൻ ചെറുതായിട്ട് മാറുന്നുണ്ട്. പുള്ളിയുടെ എനർജി ഡൗൺലോഡ് പോകാൻ തോന്നുന്നു, പക്ഷേ കഴിക്കും, പറ്റും. എനർജി ഡൗണിൽ പോയാൽ നമുക്കൊരു ഗുലാബ് ജാമുൻ കഴിക്കാം. അപ്പം എനർജി ഹൈലാവും. ഗൈസ്, വാവുള്ളി ഇത് തണുത്ത ഇതാണെന്ന് ചൂടാസ് കാണിക്കാൻ പോകുന്ന സാധനം പോയി. കുഴപ്പമില്ല, അത് ആരും കണ്ടില്ല. കുറച്ച് ആൾക്കാരെ കണ്ടുള്ളൂ, ആരും കണ്ടിട്ടില്ല. വീഡിയോ ഇടുന്നില്ല, കട്ട് ചെയ്ത് കളയാം. ഇത് കുറേ സമയം എടുക്കുന്നുണ്ടല്ലോ. പക്ഷേ വലിയ ദോശ ആയതുകൊണ്ടാണോ? ടൈം ഉണ്ടല്ലോ. ടൈമുണ്ട്. 15 മിനിറ്റ് ആയിട്ടുള്ളൂ. എഫക്റ്റ് വരുന്നുണ്ട്. ആദ്യം കാണുന്ന മറ്റേ ആവേശവും ഇതൊക്കെ പോയി. ആ ഗുലാബ് ജാമുൻ വായി ചെന്നപ്പോൾ എല്ലാം പോയി. വായും പൊള്ളി, എല്ലാം പൊള്ളി. സോ ബോയ്സ്, അങ്ങനെ ഇത് 4ാമത്തെ ഐറ്റം അല്ലേ? 1, 2, 3, 4th ഐറ്റം ബ്രോ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഓ, ലാസ്റ്റ് ബൈറ്റ്. ഇത് കുറച്ച് സമയം എടുത്തു കേട്ടോ. 20 മിനിറ്റ് ആയി. ഇനി ബാക്കി 40 മിനിറ്റും കൂടെ ഉണ്ട്. ലെറ്റ്സ് ഗോ.
തീർക്കാൻ പറ്റുമോ ഫുൾ മെനു? ട്രൈ ചെയ്യാം. ഓക്കെ, ആദ്യം പറ്റും 30 ഐറ്റം എടുക്കൂ, ഇപ്പോൾ ട്രൈ ആയി. ഇതാണ് ഇതിൻ്റെ ഒരു ചാലഞ്ചിൻ്റെ ഒരു ഗുണം ബോയ്സ്. വലിയ വാക്കുമായിട്ടാണ് ആൾക്കാർ കയറി വരുന്നത്, പക്ഷേ ഇറങ്ങിപ്പോകുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഓ 5 ഐറ്റം ആയി ബോയ്സ്, അതും കൂടെ കൂട്ടുമ്പോൾ 1 2 3 4 5. ഓക്കെ, 5 ഐറ്റംസ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ഇതിലോട്ട് പോകുന്നത് ഇപ്പം മസാല ദോശ കഴിച്ചുള്ളൂ, ഇനി കുറച്ച് സ്വീറ്റ്സ് കഴിക്കാം. പക്ഷേ ഇത് ചൂടാണ്, അതെന്ത് ചെയ്യും? നൈസായിട്ട് ഇപ്പോൾ 2 ചൂട് ഐറ്റം, 1 പായസം കൂടെ വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചത്. ഇത് പുതിയ ഇവരുടെ സ്പെഷ്യൽ പായസമാണ്. നോക്കും, നല്ല നെയ്യൊക്കെ ഇട്ട് ഹെവി പായസം. ആ മസാല ദോശ കണ്ടിട്ടൊരു സുഖമില്ല. വീട്ടിൽ പോയി ഞാൻ തീയിലിരിക്കേണ്ടി വരും. അതിൻ്റെ സാമ്പിൾ മേടിക്കുന്നുണ്ട്. ഹോട്ട് വെർഷനായത്, ഹോട്ട് വെർഷൻ. കുറച്ചുകൂടെ മസാല ഉണ്ട് കേട്ടോ, ഇവിടെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുക. പായസം കുടിക്കാം. ഇത് എത്രയാണ്? 6 അല്ലേ? 6 ആറാമതായിട്ട്. ഓക്കെ, പായസത്തിന് മധുരമില്ല ഗൈസ്. കഴിച്ച് ടേസ്റ്റ് ബഡ്സ് എല്ലാം അടിച്ചു പോയി. സാധനത്തിലത് മധുരമില്ല. ആ ചൂട് ഗുലാബ് ജാമുൻ വാങ്ങിയിട്ട് പൊള്ളിപ്പോയി. ടേസ്റ്റ് ബഡ്സ് എല്ലാം പൊള്ളിപ്പോയെന്ന് തോന്നുന്നു. എന്ത് ചൂട് പോയായിരുന്നെങ്കിൽ ഒറ്റ വലിക്ക് കുടിച്ചാൽ മതി. മനസ്സിലായി. ഇനി 8 ഐറ്റം ടേബിൾ വന്നിട്ടുണ്ട്, ഇനി 2 ഐറ്റം കൂടെ വരാനുണ്ട്. അതും കൂടെ വന്നാൽ ഹാഫ് മെനു കംപ്ലീറ്റ്. എൻ്റെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഹാഫ് മെനു തീർക്കാൻ പറ്റിയില്ല. ഞാൻ ബ്രോയുടെ ഹൈപ്പ് എടുത്തിട്ടാണ് കൊണ്ടുവന്നത്, തീർക്കും എന്ന്. ചേച്ചി ഇതിൻ്റെ പരം ചെറിയ മസാല വെച്ചാൽ ഓ ചൂടില്ല അതിന്. ചൂട് പോയി, ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട്. ഓ പുറത്ത് നല്ല തണുപ്പാണ്. ഇപ്പോൾ -23 ഇന്നലെ, -23. ഓ അടുത്തത് ഗുലാബ് ജാമുൻ പോവാണ്. ആദ്യം വായിലോട്ട് ഇട്ട് പുറത്തോട്ട് പാനീയം കുടിക്കണ്ടല്ല, പാനീയം കുടിക്കണം. ആ മധുരം ആ ഗുലാബ് ജാമുൻ എന്ന് പറയുമ്പോൾ എന്തുവാ? ഗുലാബ് ജാമുൻ എന്ന് പറഞ്ഞാൽ ഉണ്ട മാത്രമാണ് ഗുലാബ് ജാമുൻ. എനിക്കറിയത്തില്ല ബോയ്സ്, എന്നാൽ പക്ഷേ പാനീയവും ഒരു സിറപ്പ് കുറച്ച് കുടിക്കാം, പകുതി. ഷുഗർ കട്ടിലൊക്കെ ആയിരുന്നു. ഷുഗർ കട്ടിലുള്ള ആളാണ് ഒരു പായസം വലിച്ചു കുടിച്ചത്. സോ ബോയ്സ് 22 മിനിറ്റ് ആയി, സമയം പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഹാഫ് മെനു 7 ഐറ്റംസ് കഴിഞ്ഞില്ലേ? 7 ഐറ്റംസ്. 7ാമത്തെ ഐറ്റം. ഇതും കൂടെ 8 ഐറ്റം. അരമണിക്കൂറുണ്ട്. നടക്കും. സിമ്പിളാണ്, പക്ഷെ ആദ്യത്തെ ഒരു എനർജി ഇല്ല. പറ്റണം. ചൂട് പോട്ടെ, ഇതെടുത്ത് പുറത്ത്. ഹാഫ് മെനു എന്തായാലും സുഖമായിട്ട് പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഹാഫ് മെനു, നോ വെറീസ്. പായസത്തിൽ ഇളകി വന്ന് ശരീരം മൊത്തം. ഇത് പറ്റി ചൂട്. ഓക്കെ ബോയ്സ്, 7ാമത്തെ ഐറ്റം കംപ്ലീറ്റ് ആകാൻ പോവാണ്. വെള്ളം കുടിക്കണ്ടേ? നന്നായി ചൂട് വെള്ളം. അതാണെങ്കിൽ അവസാനം നമുക്ക് കുടിച്ച് പറ്റുമെന്ന് നോക്കാം. മസാല ദോശ ഞാൻ ഏറ്റവും അവസാനം കഴിക്കാം. ഓക്കെ ബോയ്സ്, അങ്ങനെ ഗുലാബ് ജാമുൻ കംപ്ലീറ്റ് ആയി. ദാറ്റ് ഈസ് ദ 7th ഐറ്റം ഡൺ. ഇനി 8ാമത്തെ ഐറ്റം ഇതായിരുന്നു. അത് അടുത്ത വരാൻ സമയം എടുക്കും എന്തായാലും. അത് വെയിറ്റ് ചെയ്യുന്നോ? സമയം പോയിക്കൊണ്ടിരിക്കുക. കഴിച്ചു തുടങ്ങിയാൽ വേണ്ട, അത് കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഓക്കെ ബോയ്സ്, ഞങ്ങൾ ഇനി വെയിറ്റിംഗ് ആണ്. ചൂടായിട്ട് സാധനം ഉണ്ടാക്കി വരണം. അതുകൊണ്ട് ഞാൻ പോസ് ചെയ്തേക്കാണ്. ടൈം 26 മിനിറ്റിൽ പോസ് ചെയ്യുകയാണ്. അടുത്ത ഐറ്റം വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ബോയ്സ്, പ്രതീക്ഷിച്ചിരുന്നതാണ് ചെറിയ ഐറ്റം വരുമെന്ന്. രസവടയും സാമ്പാർ വടയും. സാമ്പാർ വടയും രസവടയും ഞാൻ തീർക്കും. ഇതും തീർക്കണം. 10 ഐറ്റം കംപ്ലീറ്റ് ആയാലേ അടുത്ത ഐറ്റത്തിൽ പോകത്തുള്ളൂ ബോയ്സ്. അപ്പം നമുക്ക് അടുത്ത് വന്നിരിക്കുന്നത് 2 ചെറിയ ഐറ്റംസ് ആണ്. ബ്രോ കുറച്ച് സ്ട്രാറ്റജിക്കലി ആണ് ചിന്തിച്ചതെന്ന് തോന്നുന്നു. പിന്നല്ല, ഇത് 2 മധുരവും ചെറുതായിരുന്നു. ഇത് ചെറിയ ഐറ്റം. പക്ഷേ അത്യാവശ്യം ഹെവി ആയിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര പാടാണ്. ഇത് മസാല ദോശ ഭയങ്കര പാടാണ്. കമോൺ, ആ മസാല ദോശ നല്ല പാടായിരിക്കും. എൻ്റെ അത്യാവശ്യം വയറ് പറഞ്ഞ് നല്ല ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ ബോയ്സ്, നമുക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. $50 കിട്ടണല്ലേ? ബോയ്സ്, ടൈമർ ഒഫീഷ്യലി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 26 മിനിറ്റ്സ്. ഓക്കെ, കമോൺ. ഞാനൊരു ശ്വാസം എടുത്തോട്ടെ. കുറച്ച് വെള്ളം കിട്ടിയാൽ വെള്ളം എനിക്ക് തോന്നുന്നു വെള്ളമില്ല ഇവിടെ. വടയും രസമൊക്കെ ഉള്ളൂ. വെള്ളം ഞങ്ങൾ ചോദിച്ചായിരുന്നു 20 മിനിറ്റ് മുമ്പിലാണ്, പക്ഷെ വെള്ളം വന്നിട്ടില്ല. എൻ്റെ പൊന്നോ, നേരത്തെ പ്രാവശ്യം ഞാൻ വയലിട്ടായിരുന്നു ഗുലാബ് ജാം. അനുഭവം ഉണ്ട്, പക്ഷെ കൊള്ളാം. ഓക്കെ ബോയ്സ്, നിങ്ങൾ എന്ത് പറയുന്നു? ഈ പോക്ക് കണ്ടാൽ ബ്രോ എൻഡ് ചെയ്യൂ. ഈ ഒരു സമയത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ബ്രോനെ കൊണ്ട് പറ്റുമോ ഇല്ലയോ. ബ്രോൻ്റെ എക്സ്പ്രഷൻ, ബ്രോൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ. ഗൈസ്, വയറ് നിറഞ്ഞു തുടങ്ങി. എനിക്ക് സിമ്പിളായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ
ഞാൻ ട്രൈ ചെയ്യും. ഞാൻ തളർന്ന് വീണവരെ ഞാൻ ട്രൈ ചെയ്യും. ഫുൾ ഐറ്റം ഫുൾ മെനു കഴിക്കണം. കാനഡയിൽ, ഇന്ത്യയിൽ പോലും പറ്റാത്തതാണ് ബ്രോ കാനഡ വന്ന് തെളിയിക്കുന്നത്. ഇവിടെ ആയിരിക്കണം ഇതിഹാസം. 2026 സ്റ്റാർട്ടിങ് തന്നെ ബ്രോ ഒരു ഹൈ ലെവൽ സെറ്റ് ചെയ്യണം. അടുത്ത കണ്ടസ്റ്റൻ്റ് ഒക്കെ ഇത് കണ്ടിട്ട് ബ്രോനെ ഇൻസ്പിറേഷൻ ആക്കണം. മനസ്സിലായോ? ഇത് കണ്ട് എന്നെ ആരെങ്കിലും തീറ്റ മത്സരത്തിന് വിളിക്കും. അത്രേ ഉള്ളൂ. ഇതിൻ്റെ പക്ഷേ എനിക്ക് രസം കൂടെ കുടിക്കണം കേട്ടോ. കാരണം ഞാൻ ഗുലാബ് ജാമുൻ്റെ വെള്ളം സമ്മതിച്ചു, അത് ഷുഗർ ആയതുകൊണ്ട്. ഇത് പക്ഷേ ഷുഗർ അല്ലല്ലോ. ഓക്കെ, നെഞ്ചൊക്കെ എരിഞ്ഞു തുടങ്ങി. കുറച്ച് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാം. സമയമുള്ളതുകൊണ്ട് തന്നെ അഹങ്കാരം എന്ന് തോന്നുന്നു. പക്ഷേ കുറേ സമയം എടുത്താൽ ഇപ്പോൾ ഐറ്റംസ് എല്ലാം കഴിക്കുന്നത്. ഇപ്പോൾ 27 മിനിറ്റ് ആണ്. സമയം ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. ഗൈസ് വയറിഞ്ഞോട്ടാ, നമ്മൾ വിചാരിക്കണ പോലെ അല്ല. ഞാനൊരു 30 ഐറ്റം കഴിക്കാന്ന് പറഞ്ഞത് 30 ഇപ്പോൾ 8 വന്ന് നിന്നോണ്ടിരിക്കുകയാണ്. 8 മുമ്പിലോട്ട് പോകുന്നില്ല, ബാക്കിലോട്ടും ആയിട്ടില്ല. 8 വേണമെങ്കിൽ മുമ്പിലേക്ക് ഒന്ന് കയറ്റാം. സാമ്പാർ ഇവിടെ നല്ല ഹെവി ആയിരിക്കും, അറിയോ? സാമ്പാർ ഇഡ്ഡലിയാണ്. സാമ്പാറല്ല, ഇത് രസമാണ്. അടുത്ത ഐറ്റം രസം ദഹിക്കാൻ നല്ലതല്ലേ? രസം നല്ല. രസം കഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇരിക്കാറ്. ടൈം ഉണ്ടല്ലോ. ഇരിക്കട്ടെ ബോയ്സ്, ഇരിക്കണമെങ്കിൽ ഇരിക്കട്ടെ. ഇനി ആ വെള്ളം കൂടെ കുടിച്ചാൽ 8ാമത്തെ ഐറ്റം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. രസം നമുക്ക് ചൂടാറിയിട്ട് ഒറ്റ വലിയിൽ കുടിക്കാം. ഗൈസ് വയറിന് എന്തോ ഒരു കുഴപ്പം. മധുരം, പായസം, രസം, കുഴപ്പമില്ല. ഗൈസ് എൻ്റെ വയറെന്ന് പറഞ്ഞു. ഇപ്പം സംസാരം കൂടി ഫുഡടി കുറഞ്ഞു. അരമണിക്കൂറായിട്ടുണ്ട്. ഇനി അരമണിക്കൂറും കൂടെ ഫുൾ മെനു കംപ്ലീറ്റ് ചെയ്യാൽ ഫുൾ $100. $100 റുപ്പീസ് അല്ല. അതാണ് തോന്നുന്നു. എൻ്റെ ചാനലിനെ പറ്റി ഈ ഒരു സമയത്ത് എൻ്റെ ചാനലിനെ പറ്റി 2 വാക്കുകൾ. നല്ല ചലഞ്ച്. ഇഷ്ടപ്പെട്ടല്ലേ? 2 വാക്ക്, നല്ല ചലഞ്ച്. തമാശക്കാർ, രസികൻ, രസം കേട്ട് കുടിക്കുക. ഇതൊരിപ്പോൾ അടിച്ച് സെറ്റായിട്ടിരിക്കണം മൂഡ്. ആദ്യം കഴിക്കുമ്പോൾ ഇത്ര ഉണ്ടായില്ല, കഴിച്ച് കഴിയുമ്പോഴാണ് പ്രശ്നം. ഇവിടം വരെ എത്തിയോ? ഉച്ചത്തെ വരെ എത്തിയോ? ഇവിടം വരെ എത്തി. കുറച്ച് വെള്ളം കിട്ടിക്കാൻ കുറച്ച് നേരത്തേക്ക് ഇറങ്ങാം. വെള്ളം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതൊരു ഐറ്റമായിട്ട് ചിലപ്പോൾ ഒരു കൂട്ടും. നല്ലോണം കഴിക്കണേന്ന് പറഞ്ഞാൽ അത് ക്യാമറമാൻ കൊതിയിട്ട് അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ക്യാമറമാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കൊതിയിടുക, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. കഴിഞ്ഞ വീഡിയോയിലും ഉണ്ടായിരുന്നു. ഇത് ഇവിടെ കൂടി ഒഴുകാണ് തുടച്ചടാ. കമ്മോൺ, നമ്മൾ കാര്യത്തിൽ നിന്നും മരുന്ന് മാറുന്നു. ഞാൻ വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതല്ലേ വെള്ളം? ഏത്? അത് എരിവെള്ള വെള്ളം. നമുക്ക് പച്ചവെള്ളം വേണം. വെള്ളം കുടിച്ചാൽ ഉള്ള സ്പേസും കൂടെ പോവും. തൊണ്ടേന്ന് കുറച്ച് ഇറങ്ങുന്നതായിട്ടേക്ക് ഒരു രസമില്ലേ? ഒരു ആശ്വാസമില്ലേ? ഇപ്പം തിരിച്ചു ദഹിക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ 8 ഐറ്റംസ് കംപ്ലീറ്റ് ആയി. ഇനി 9ാമത്തെ ഐറ്റം പോകാൻ നമ്മൾ. അത് സാമ്പാർ ബഡയാണ്. സാമ്പാർ ബഡ നടക്കില്ല ഇനി. അങ്ങനെ പറയാനുള്ള 2 ഐറ്റം കൂടെ ഉള്ളൂ. മതി ഇതിന് 2 ഐറ്റം കൂടെ ചെയ്തിട്ട് പോവാം. നടക്കില്ല, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. ഓക്കെ, മതിയായി. വാഷ്റൂം പോയിട്ട് വരാനുള്ള സമയമൊക്കെ ഉണ്ട് വേണമെങ്കിൽ. വേണ്ട മതി, വയറിറങ്ങി. എനിക്ക് കഴിച്ചാ പ്രശ്നവും അല്ല. കാരണം ഇവിടം വരെ എത്തി. വെള്ളം കുടിച്ചിട്ടും നടന്നില്ല. ഞാൻ വെള്ളം കുടിച്ച് നടക്കുന്നു. സമയമുണ്ട്, വേണേ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേണ്ട, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ടും വരാം എന്തായാലും. എന്നാൽ വാഷ്റൂമിൽ പോയിട്ട് വാ. ശരിക്കും പോകണം. തൊണ്ട വരുന്ന അറിഞ്ഞു. ബോയ്സ്, എനിക്ക് വന്ന് പുള്ളിക്കാരൻ ചെറുതായിട്ടൊന്ന് ഛർദ്ദിക്കാൻ പോയതായിരിക്കും. പോകുന്ന രീതി കണ്ടിട്ട് എനിക്ക് ഒന്ന് ഛർദ്ദിക്കാൻ പോയിട്ടാണ് വരുന്നത്. രസവട ഫുള്ളും നിറകി കയറിയെന്ന് തോന്നുന്നു കേട്ടോ. സോ ബോയ്സ്, 2 ഐറ്റം കൂടെ ബാക്കിയുണ്ട്. ഇനി ഏകദേശം പുള്ളിക്ക് നല്ല സമയം ബാക്കിയുണ്ട്. 20 മിനിറ്റ് കൂടുതലുണ്ട്. നമുക്ക് നോക്കാം തിരിച്ചു വന്നിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. ഇത് എനിക്ക് തോന്നുന്നു നല്ല ഹെവി ആയിരിക്കും. ഇത് നല്ല ഹെവി ആയിരിക്കും. ട്രൈ ചെയ്യാം. ഇത് ആർക്കെങ്കിലും കൊണ്ട് പറ്റുമോ എനിക്കറിയാണ്ട്. നിങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്റ്റ ഫോളോ ചെയ്യുക. ഇൻസ്റ്റ ഐഡിയ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് DM me. ഞാൻ അടുത്ത കണ്ടസ്റ്റന്റ് നല്ലതായിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ സൗണ്ട് ഉണ്ടായിരുന്നല്ലോ. ഈ മൈക്കിൽ നിന്നെല്ലാം കിട്ടും, അറിയാമോ? നല്ല മോളായിരുന്നു. എനിക്ക് വേണ്ട, ഞാൻ തോറ്റി. ഞാൻ പോയി അങ്ങാടാ ഇത് കഴിച്ചു. അല്ല, 30 കണക്ക് കഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രോ കമ്മോ 2 ഐറ്റം കൂടെ ഉള്ളൂ. അല്ല, വയറിറങ്ങും. സമയമുണ്ട്, 40 ആയിട്ടുള്ളൂ. 20 മിനിറ്റ് കൂടെ ഉണ്ട്. ഇനി ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ലോണം വാള് വെക്കും. ശരിക്കും ഇത് രണ്ടും ഇത് ഒട്ടും പറ്റത്തില്ല. ഇല്ല, ഇത് അറ്റ്ലീസ്റ്റ് വേണ്ട കുറച്ച് തരും. 1 ഐറ്റം ഇത് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. 9 ഐറ്റം ഞാൻ തരാം. വേണ്ട ബോയ്സ്, പറ്റും. ട്രൈ ചെയ്. 9 ഐറ്റം പറ്റും. ബാ, പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓൾറെഡി തൊണ്ടയുടെ ഇവിടം വരെ എത്തി. ബോയ്സ്, ഇത് ആദ്യം വന്ന കുറച്ച് തണുത്ത് കാണും, എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ പേരാണ് മൈസൂർ ഒണിയൻ മസാല ദോശ. ഇറങ്ങണില്ല. കഴിക്കണമെന്നുണ്ട്, പക്ഷെ ഇറങ്ങണില്ല. സമയമുണ്ട്. എന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നല്ല. കമോൺ ബ്രോ, $50 ജയിച്ചിട്ട് പോ. 40 മിനിറ്റ് ആയി. 20 മിനിറ്റ് കൂടെ ഉണ്ട്. നമുക്ക് നുള്ളിപ്പെറുക്കി ഇത് തീരുമെന്ന് എനിക്ക് ചെറിയ സംശയമാണ്. കമോൺ. തീരില്ല.
ഞാൻ പറയാം നിങ്ങളൊരു ഫുഡ് ഇൻഫ്ലുവൻസറിന്റെ ഹസ്ബൻഡാണ്. നാണക്കേട് അത് കൊണ്ടുവരും. അത് തന്നെ കൊച്ചിക്കാരനാണ്, കൊച്ചിക്കാരൻ. പക്ഷെ അങ്ങനെ കേറണില്ല ഞങ്ങള്. ഇതിന്റെ മസാല നല്ല എരിവുണ്ട്. ഓൾറെഡി എന്റെ നെഞ്ച് മൊത്തം എരിയാണ്. മധുരം ആദ്യം ബാക്കി വെച്ചായിരുന്നു, അതിപ്പോ യൂസ് വരും. കാണണ്ട എനിക്ക്. എനിക്ക് പറ്റില്ല ബ്രോ. തീരുമാനിച്ചു, നിർബന്ധിക്കുന്നില്ല ഇനി. ഇല്ല. ഓക്കെ ബോയ്സ്, അങ്ങനെ ഒഫീഷ്യലി ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുവാണ്. 30 എണ്ണം എനിക്ക് തോന്നുന്നു ഹാഫ് മിനിറ്റ് കൊണ്ട് പറ്റുമായിരുന്നു, എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ബ്രോ പറഞ്ഞ രീതിയാണെങ്കിലും സ്റ്റാർട്ടിങ് ആയിരിക്കട്ടെ, കണ്ടവച്ചാണെങ്കിലും ബ്രോ കഴിക്കുന്ന ടൈപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നമ്മൾ 9 ഐറ്റത്തിൽ ഇവിടെ എൻഡ് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഡിസപ്പോയിൻറ്റഡ്. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയാലും കുഴപ്പമില്ല, ചാലഞ്ച് കംപ്ലീറ്റ് ആണെന്നുണ്ടായിരുന്നു, ബട്ട് നടന്നില്ല. ട്രൈ ചെയ്യുന്നു നോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഒരു വട്ടം കൂടെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്.